രക്ഷയില്ല. ശരിക്കും ഇങ്ങോട്ട് ശരിക്കും കറിയിൽ ഈ ഫോട്ടോ എടുക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തൊരു കളിയാണല്ലോ പഠിച്ചവനെ. നിങ്ങളെ ഇവിടുന്ന് അല്ലേ ഈ ഫോട്ടോത്തിൻ്റെ ഉപകരണമൊക്കെ ഇപ്പം ഞങ്ങളെ നാട്ടിലേക്ക് കേരളത്തേക്ക് കയറ്റി വിടുന്നത്. നിങ്ങൾ ഈ ഫോട്ടോ എടുക്കുന്ന ആളുകളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു മനുഷ്യന്മാർ. ശരിക്കണില്ലേ? ഇങ്ങോട്ട് വരെ ഇത് ഇന്നെ കിട്ടുള്ളൂ. നാളെ ഇതിൻ്റെ ഗ്രൂപ്പാണ് കിട്ടുക. അതിൻ്റെ അതുകൊണ്ട് കാര്യമല്ല. ഇത് കിട്ടി ഇതിലേക്ക് ഇങ്ങോട്ട് വരി. കാസറ്റ് കണ്ടുപിടിച്ചതും ആംപ്ലിഫയർ കണ്ടുപിടിച്ചതിന് ശേഷം ഇസ്ലാമിലേക്ക് വളരെ കുറഞ്ഞ ആളുകളാണ് വന്നത്. എന്നാൽ വയൽ ഒച്ചയിൽ നടന്നതൊക്കെ ആംപ്ലിഫയർ കണ്ടുപിടിച്ചതിന് ശേഷമാണ്. ആംപ്ലിഫയർ കണ്ടുപിടിച്ചതിന് ശേഷം ഇസ്ലാമിലേക്ക് വന്നവർ വളരെ കുറവാണ്. ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നത് ഏകദേശം ആംപ്ലിഫയർ കണ്ടുപിടിക്കണതിൻ്റെ ഒന്ന് പറയും മനുഷ്യന്മാരെ മുമ്പാണ്. അതെല്ലാം കൂടി ഞാൻ ഇപ്പം പറയണില്ല, നിങ്ങൾക്ക് ആലോചിക്കാൻ ഞാൻ വിട്ടു തന്നിട്ട് വിടുകയാണ്. ചിന്തിക്കണം. ഔഫ് ബിൻ മാലിക് നബിയുടെ അരികിൽ വന്ന് പറഞ്ഞു, നബിയെ വീട്ടിൽ പോകുമ്പോൾ ദാരിദ്ര്യം, വീട്ടിൽ വിഷമം, അതിന് പുറമെ ഭാര്യ ഇരുന്നിട്ട് കരയാ, ഉമ്മു സാലിം ഇരുന്നിട്ട് കരയാ, നബിയെ വീട്ടിൽ പോകാൻ വയ്യ, അവളെ കരച്ചിൽ എനിക്ക് കാണാൻ വയ്യ, ദാരിദ്ര്യവും കഷ്ടപ്പാടും, സാലിമില്ലാത്തതുകൊണ്ട് വീട് പട്ടിണിയാ, വിഷമാണ്, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഫഖാല ഹബീബ് പറഞ്ഞു, ശ്രദ്ധിക്കണം. ഇത് കേട്ടപ്പോൾ സാലിമേ പരിഹാരമുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി എന്ന ദിക്ർ പെരുപ്പിക്കുക, പ്രശ്നം പരിഹരിക്കുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്, അതവർ പെരുപ്പിച്ചു. ഭാര്യയോടും ഭർത്താവിനോടും പറഞ്ഞയച്ചു, പ്രശ്നം പരിഹരിക്കും, എല്ലാം പരിഹരിക്കും. നോക്കൂ, അല്ലാഹുവിലേക്കുള്ള ആശ്രയത്തെ മുതലാളിയെ ആശ്രയിക്കുക. ചിന്തിക്കണം. ഇത് ഉമ്മ പഠിപ്പിക്കണം, ഇത് ഉമ്മാന്റെ വിജ്ഞാനം. വളരെ ചിന്തിക്കണം. ഔഫിന്റെ ഭാര്യയും ഉപ്പയും ഉമ്മയും വീട്ടിലിരുന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. സാലിമിനെ കൊണ്ടുപോയ ഗോത്രങ്ങൾ എന്ത് ചെയ്തു? ഒരു രാത്രി അവർ കള്ളു കുടിച്ചു. ഒരു സംഘം ആളുകൾ കള്ളുടിച്ചു. അപ്പോൾ മറ്റവരോട് പറഞ്ഞു, സലീം വലിയ വിളവനാണ്, നിങ്ങൾ ഇന്ന് കുടിക്കണ്ട, നിങ്ങൾക്ക് നാളെ കുടിക്കാം, അപ്പം ഞങ്ങൾ നാളെ ഉണർന്നിരിക്കാന്ന് പറഞ്ഞ് സാലിമിനെ നോക്കണം. സാലിമൻ ഭയങ്കര പോക്കിരിയാ, റസൂലുള്ളാഹിന്റെ ചാരനായിരുന്നു. ആര്? സാലിം ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഭയങ്കര ആരോഗ്യം. കള്ളുടിച്ചു. ഒരു ഭാഗം കള്ളുടിച്ചൊക്കെ ലോഡായത് കണ്ടപ്പോൾ സാലിം അങ്ങോട്ട് എണീറ്റാട് വീശി. ആരെ? കള്ളുടിയന്മാരെന്നെ വീശണ. എന്തൊരു മനുഷ്യന്മാർ! കള്ളുടിയന്മാർ വീട് കിടക്കല്ലേ, അവരെന്നെ വീശേണ്ട ആവശ്യമുണ്ട്. ആരെ വീശി? കാള് ആട്ടിച്ചാണ് വീഴ്ത്തി ശരിയാക്കി, ഓറ്റപ്പാച്ചിൽ. മനസ്സിലാവണ്ട. സാലിമ ഇറങ്ങി ഓടി. കുറച്ച് ദൂരെ ഓടിയപ്പോൾ സാലിമിന് തോന്നി, അങ്ങനെ ഓടാൻ പറ്റൂലല്ലോ, മടങ്ങി. മനസ്സിലാവണ്ട. അതേ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. അവരുടെ ആട്ടിൻകൂട്ടത്തിനെ അങ്ങോട്ട് തെളിച്ചു, ഒട്ടകക്കൂട്ടത്തെ. ഇവരേതായാലും കിടക്കാം. മനസ്സിലായില്ല. 4000 ആടുകളും 100ഓളം ഒട്ടകങ്ങളും. 50 ഒട്ടകം എന്നൊരു വിഭാഗത്തിലുണ്ട്, 100ഓളം എന്ന് വേറൊരു വിഭാഗത്തിലുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? 4000 ആടുകളും 100ഓളം ഒട്ടകങ്ങളും തെളിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് വന്നു. മദീനയിൽ വന്നു. ഔഫിന്റെ വീട്ടുപടിക്കൽ നേരം വിളിക്കുമ്പോഴത്തിന് ഒട്ടകങ്ങളുടെയും ആട്ടിന്റെയും കരച്ചിൽ, ആകെ ബഹളം. ഔഫിന് ബേജാറായി. സാലിം വരണമെന്നല്ലേ വിചാരിച്ചിട്ടുള്ളൂ. സാലിം ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ആ ഗ്രാമവാസികളെ മുഴുവനും നിങ്ങൾ പറയും. 4000 ആട് എന്ന് പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ 8000 ആടാ. 8000 ആട് എന്ന് പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ 16000 ആടാ. 16000 ആട് എന്ന് പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ 32000 ആടാണ്. അത് 6 മാസം കഴിഞ്ഞാൽ 64000 ആണ്. പിന്നെ 128 അല്ലേ? അങ്ങനത്തെ അല്ലേ? അഫ്ഖറുന്നാസായ ഔഫിന്റെ കുടുംബം ഒരു രാത്രി കൊണ്ട് അഗനന്നാസ് ഒരാൾമാരായി.
ഔഫിന് ബേജാറായി, ഇതെന്ത് പടച്ചോനെ, സാലിം വന്നാ പോലെ എന്തിനാ ആട്? നബിയുടെ അരികിലേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔഫ് ഓടി വരുന്നത് കണ്ടപ്പോ ചിരിച്ചിട്ട് പറഞ്ഞു, ഔഫേ, നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ എനിക്ക് ആയത്ത് ലഭിച്ചിരിക്കുന്നു. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. പൊട്ട ഗനീമത്ത് വരെ ആർക്കും കൊടുക്കണ്ട, ഒറ്റക്ക് എടുത്തു. മനസ്സിലായില്ല? യുദ്ധത്തിൽ എന്നെ ആണെങ്കിൽ വേറുള്ളവർക്ക് ഗനീമത്ത് ഓരി കൊടുക്കണം. ഇത് നിനക്ക് ഒറ്റ കാണുക. എൻ്റെ എവിടുന്ന ഇത് കിട്ടിയത്? ഇനി മടങ്ങി ഇനി ചാനലിലേക്ക് മടങ്ങി വരി. എവിടുന്ന ഇപ്പം ഇത് കിട്ടിയത്? എവിടുന്ന ഇത് കിട്ടിയത്? അങ്ങോട്ട് പറ. ഇത് പെരുപ്പിക്കുന്ന ഉമ്മമാരും വല്യമ്മമാരും നമ്മുടെ വീടുകളുണ്ടായിരുന്നു. അല്ലാതെ ഈ രാവിലെ രാത്രി ഉണ്ണുകയും രാവിലെ തൂറുകയും ചെയ്യുന്ന മന്ത്രിമാരുടെ ധനമായിരുന്നില്ല സമൂഹത്തിന്റെ ആണിക്കല്ല്. അള്ളാഹുവിനുള്ള വിശ്വാസമായിരുന്നു. മറ്റൊരു കമ്മ്യൂണിസം എന്ന് പറയും. പ്രത്യക്ഷതയിൽ നിന്ന് ലാഭം നേടൽ കമ്മ്യൂണിസമാണ്. മുസ്ലിം പ്രത്യക്ഷയിൽ നിന്ന് ലാഭം നേടൽ. മുസ്ലിമീങ്ങളും ആരോടും പറയണ്ട, മുസ്ലിമീങ്ങൾ ഒരു നിലക്ക് കമ്മ്യൂണിസ്റ്റുകളാ. ആരോടും പറയണ്ട. കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാര് അല്ലാത്തവരും ഇങ്ങോട്ട് പറയാണ്. ഇങ്ങോട്ട് പറയേ, ആരോട് പറയണ്ട. മനസ്സിലായില്ലേ? മുസ്ലിമീങ്ങളും ഒരു നിലക്ക് കമ്മ്യൂണിസ്റ്റുകളാണ്. അങ്ങനെയാണ്. പ്രത്യക്ഷതയെ ഡിപ്പെൻഡ് ചെയ്യൽ കമ്മ്യൂണിസ്റ്റാ. മോമിൻ അങ്ങനെയല്ല. അല്ലദീന യുമിനൂന ബിൽ ഗൈബ്, പിന്നെ വയുഖീമൂന സ്വലാ. മനസ്സിലായോ? ആദ്യം വേണ്ടത് അല്ലദീന യുമിനൂന ബിൽ ഗൈബ്, അല്ലദീന യുമിനൂന ബിൽ ഗൈബ്. ഈ കർത്തന്റെ ഉള്ളിലിരിക്കുന്ന പെണ്ണുങ്ങൾ നന്നാവാതെ ഉമ്മത്ത് നന്നാവുകയില്ല. അവനാണ് ഏറ്റവും തകർന്നു പോവുകയും ചെയ്തു. നശിച്ചുപോയി എന്ന് പറഞ്ഞാൽ നശിച്ചുപോയി. അവരന്നാവാതെ ഒന്നും നന്നാവില്ല. അവർക്ക് അവരുടെ ഔറത്തിനെ കുറിച്ച്, എന്റെ മറിയമിനെ കുറിച്ച് പറഞ്ഞു. മറിയമിന്റെ കുട്ടിയല്ലേ, മറിയമിന്റെ കുട്ടിയാണല്ലോ. ആ മറിയമിന്റെ കുട്ടിയെ ദജ്ജാൽ കണ്ടാൽ ചൂളുമെന്ന് പറഞ്ഞില്ലേ? ആരാ മറിയം? ആരാ മറിയം? ആരാ? വമറിയമ ബിനത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹാ. ഊഹ്യസ്ഥാനത്തെ സൂക്ഷിച്ചവരാ. നോക്കൂ, ഊഹ്യസ്ഥാനം എന്നത് സത്യത്തിൽ ഒരവയവമല്ല, ശരീരം മൊത്തമാണ്. പുതിയ ഭാഷ പറയട്ടെ, ഉറങ്ങുന്നുണ്ടാ? ഞാൻ ഇപ്പോൾ ഒരു പുതിയ വിളവങ്ങളോട് പറഞ്ഞു. ഗുഹ്യസ്ഥാനം എന്ന ഒരവയവമല്ല, ശരീരം മൊത്താണ്. അങ്ങനെയാണ്. എന്തുകൊണ്ട്? തെളിവ് പറയാം. കുറച്ചങ്ങോട്ട് ലേശം സ്വാതന്ത്ര്യം തരും കേട്ടോ. അപ്പം ഞാൻ തെളിവ് പറയുള്ളൂ. മനസ്സിലാവണില്ലേ? ഗുഹ്യസ്ഥാനം എന്നത് കേവലം ഒരവയവമല്ല, ഒരവയവം അതിൻ്റെ കേന്ദ്രമാണ്. ഇവിടെ മുതൽ കാൽപാദം വരെയുള്ള അവയവമാണ് സത്യത്തിൽ അത്. എന്തുകൊണ്ട്? ഹബീബായ നബി പറഞ്ഞത് സിനൽ ഐനി, സിനൽ ഉദ്നി, സിനൽ ഫമി, സിനൽ ലിസാനി, സിനൽ യദി, സിനൽ ഖൽബി, സിനൽ റിജ്ലി. സിന ഗുഹ്യസ്ഥാനത്തിലൂടെ നടക്കുന്നതാണ്. ഉറങ്ങരുത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാ? ചിന്തിക്കേ. പാടശോന് ഇതിൻ്റെ മേലെ തന്നത് തിന്നാനല്ല. ഇവിടെ ഒരു സാധനം, അതാണ് സാധനം. അതാണ് സ്വർഗത്തിൻ്റെ മാർഗം. അതാണ് സ്വർഗത്തിൻ്റെ മാർഗം. അതുതന്നെയാണ് നരകത്തിൻ്റെയും മാർഗം. ഉറങ്ങുന്നുണ്ടാ? الذين يذكرون الله قياما وقعودا
വയതഫക്ക